സെക്കൻഡ് വരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞങ്ങൾ എന്താ ഈ പറമ്പിൽ നിൽക്കുന്നതെന്ന്. ഞങ്ങൾ ഇന്നൊരു ഫൺ ചാലഞ്ച് ചെയ്യാൻ വന്നേക്കാം. അപ്പോൾ നല്ല ആംബിയൻസ് അല്ലേ, നല്ല രസമല്ലേ, അപ്പോൾ ഞങ്ങളോടത്ത് ഇവിടെ വന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ഇതെന്റെ കസിൻ ശ്രീമോൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ശ്രുതി എന്നാണ് പേര്. ഇവളാണ് ഇവിടുത്തെ ബലിയാട്. ഞങ്ങൾ രണ്ടുപേരും ബലിയാടാണ്. ഞങ്ങളൊരു ഫൺ ചാലഞ്ച് ചെയ്യാൻ പോവാണ്, നോ എക്സ്പ്രഷൻ ചാലഞ്ച്. അപ്പോൾ ചാലഞ്ചിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. ദേ ഉപ്പ്, നാരങ്ങ, ഇഞ്ചി, പുളി, ഇത് നമ്മുടെ പുളിഞ്ചിക്ക. ചാലഞ്ച് ഇത്രയേ ഉള്ളൂ. 30 സെക്കൻഡ്സ് നമ്മൾ ടൈമർ വെക്കും. ഇത് നമ്മൾ രണ്ടുപേരും കഴിക്കും. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻസും വരാൻ പാടില്ല. നമ്മൾ വളരെ എന്താ പറയാ, ഇങ്ങനെ ആയിരിക്കണം. നമ്മളുടെ എക്സ്പ്രഷൻസ് ഇല്ലാണ്ട് ഇത് നമ്മൾ 30 സെക്കൻഡിനുള്ളിൽ കഴിക്കണം. ഇതാണ് ചാലഞ്ച്. അപ്പൊ ഇത് ആര് ജയിക്കുന്നോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ചാലഞ്ചിൽ ഞാൻ എന്തായാലും കാലി. കാരണം ഇതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവള് പുലിയാണ്. ഇവള് പുളിയൊക്കെ കഴിച്ച് ഇവിടെ നടക്കുന്നതുകൊണ്ട് അവളെ ചിലപ്പോൾ കഴിക്കും. ഇത് അവളുടെ വീട്ടിലെ പുളിഞ്ചിക്കയാ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. അല്ല, എന്തെങ്കിലും പറയാനുണ്ടോ ഈ ചാലഞ്ചിനെ പറ്റി? ഇല്ല, എന്താവും? ആര് ജയിക്കും? ചേച്ചി. ഓക്കെ, അപ്പൊ തോറ്റ് തൊപ്പിയിട്ട് എനിക്കൊരു പോയിന്റ് 0. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഓക്കെ, അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് ഇഞ്ചി. പിടിച്ചോ. അപ്പൊ ഇഞ്ചിയാണ്. ഇത് ഞാനാണ് നാരങ്ങ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത് നീ സ്റ്റാർട്ട് ചെയ്തോ. ആണോ? ഓക്കെ, തുടങ്ങിക്കോ. ഫുൾ കഴിക്കണോ? ടൈമർ വെച്ചോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. കഴിക്കണോ? ഫുൾ കഴിക്കണം. പെട്ടെന്ന് ചവച്ച് കഴിക്കണം. മൊത്തത്തിൽ കഴിക്കണം. അല്ല, മൊത്തത്തിൽ ചവച്ച് എങ്ങനെ വെള്ളം കഴിക്കാം, പക്ഷെ 30 സെക്കൻഡിനുള്ളിൽ തീരണം. നീ എങ്ങനെ കഴിക്കുന്നത്? എക്സ്പ്രഷൻ വരുന്നുണ്ടോ? പോയി ടൈമർ ഒക്കെ വന്നിട്ടില്ല. ടൈമർ ആയിട്ടില്ല. ഇപ്പൊ എത്രയായി? ടൈമർ ആയിട്ടേ ഉള്ളു. ശ്രീമോക്ക് 0. ശ്രീമോക്ക് വീണ്ടും പോയി. ഇതിലെനിക്ക് ഒരു പ്രതീക്ഷയില്ല കേട്ടോ. കാരണം ഇഞ്ചി അറിയാലോ അതിന്റെ ടേസ്റ്റ്. തുടങ്ങട്ടെ? ടൈമർ ഓൺ ആണോ? വരട്ടെ എക്സ്പ്രഷൻ. ഇതിനും ജയിച്ചു എന്നാ തോന്നുന്നത്. എന്താ ഒരു കുത്തല. ടൈമർ ഇതുവരെ ആയിട്ടില്ല. ഞാൻ പോയി. ഭയങ്കര പോച്ചിലോ. ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അടുത്ത് നമ്മുടെ കയ്യിൽ പുളിഞ്ചിക്ക എടുത്തേക്കുന്നത്. ഞാൻ പുളിഞ്ചിക്കയുടെ ഫാനൊന്നും അല്ല. എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ടൈമർ വെച്ചോ. വരട്ടെ. പുള്ളിക്കാരി ജയിക്കോ? എക്സ്പ്രഷൻ ഒന്നും ഔട്ടായേ. വരട്ടെ. സാധിക്കും. 30 സെക്കൻഡ് വരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പല്ലൊക്കെ പുളിക്കുന്നു. അപ്പൊ ഞാൻ 30 സെക്കൻഡ്സ് വരെ പുളിഞ്ചിക്ക കഴിച്ചു. അപ്പൊ ഇനി അടുത്ത ശ്രീമോളുടെ ചാൻസാ. തുടങ്ങിക്കോ. കണ്ണൊക്കെ നിറയുന്നുണ്ട്. പോരട്ടെ? പോയി 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 പോയി
ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ നല്ല 2 പല്ലും പോയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പുളി കഴിഞ്ഞു. ഇനി അടുത്തത് പുളിഞ്ചിക്ക കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പുളി ഇരിപ്പുണ്ട്, ഉപ്പ് ഇരിപ്പുണ്ട്. ദേ നമ്മൾ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നീ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അല്ലേ വേണ്ട, പ്ലീസ് മൂത്തവരല്ലേ പ്ലീസ്. നോ ഉപ്പ് കഴിച്ചോളൂ. അപ്പൊ ഒരു സ്പൂൺ ഉപ്പ് നിറച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് 30 സെക്കൻഡ്സ് വായിൽ വെക്കണം. അപ്പൊ ടൈമർ ഓൺ ആക്കുവാണ്. കൈ ജയിക്കോ? പോരട്ടെ. ഞാൻ പേടോ? പോയി പോയി പോയി. ഇത് ഞാൻ തന്നെ ജയിച്ചിട്ടുണ്ട്. കാര്യം ഇങ്ങോട്ട് എടുക്കട്ടെ അച്ചി. എന്തൊരു ഉപ്പ് വായിക്കുതാവുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പുളിഞ്ചിക്ക കഴിച്ചിട്ട് ഈ ഉപ്പുടി കഴിച്ചപ്പോഴത്തേക്കും ആരും ഈ ചാലഞ്ച് ചെയ്യരുത്. അടുത്ത ഞാനാണ് കേട്ടോ. എന്താവും എന്തോ. പോരാ പോരാ, ഒരു സ്പൂണ് ഫുള്ള് നിറച്ചെടുക്കണം. കള്ളത്തരം കാണിക്കാൻ പാടില്ല. പോരാ, ഞാൻ ഒരു ഫുള്ള് സ്പൂൺ എടുത്താ. ഇത് പോരെ? ഇത് മതി. എടുത്തോ, കഴിച്ചോ. പോയല്ലോ പോയല്ലോ. ഇപ്പൊ തന്നെ എക്സ്പ്രഷൻ വന്നു. 30 സെക്കൻഡ്സ് ഒന്നും ആയില്ല, വെറും 18 സെക്കൻഡ്സേ ആയിട്ടുള്ളൂ. അവളെക്കാട്ടിലും ഞാൻ കൂടുതൽ നേരം വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവളെക്കാട്ടിലും ഞാൻ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ വെള്ളം മേടിച്ചിട്ട് ആ പുളി ആ വെള്ളത്തിനകത്തിട്ട്, അപ്പൊ അതിന്റെ കുറച്ച് പുളിയാവും കേട്ടോ. എങ്കിൽ നമുക്ക് മാറ്റി. ഓക്കെ, വേണ്ട എനിക്കിത് മതി. അപ്പൊ ഇനി ലാസ്റ്റ് നമുക്ക് പുളിയാണുള്ളത്. ഇപ്പൊ എനിക്ക് 2 പോയിന്റ്സ് ഉണ്ട്, ശ്രീമോൾക്ക് 1 പോയിന്റ് ഉണ്ട്. അപ്പൊ ഇനി ഇതിൽ ജയിക്കുന്നത് ഞാൻ ജയിച്ചാ ഓക്കെ. ഇപ്പൊ ശ്രീമോളും ജയിക്കുവാണെന്നുണ്ടെങ്കിൽ ടൈ ആവും. അങ്ങനെയായി നമുക്ക് ഏതെങ്കിലും ടൈ ബ്രേക്കർ ഒന്നുകൂടി വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉപ്പ് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ഇത് നീ തുടങ്ങണം. ഓക്കെ. എന്താവോ? നിർവികാരിയായിരുന്നു ശ്രീമോൾ പുളി കഴിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു? പല്ല് പുളിക്കുന്നില്ല. ഒന്ന് തോക്കോ, എനിക്കിനി ഒരു ചാലഞ്ച് കൂടെ ചെയ്യാൻ വയ്യ. പുളി മൈ ഗോഡ്. അപ്പൊ ഞങ്ങളിപ്പോ ടൈ ആയിരിക്കാണ്. അവൾക്ക് 2 ആയി, എനിക്കും 2 ആയിട്ടുണ്ട്. അപ്പൊ ഇതില് ഞാൻ ജയിക്കുവാണെങ്കിൽ മാത്രമേ ഇത്, അല്ലെങ്കിൽ സീൻ കോൺട്ര ആവും. അപ്പൊ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ടൈമർ ഓൺ ആയിക്കോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഫുൾ കഴിച്ചോ? ഫുൾ കഴിച്ചു. ഫുൾ കഴിക്കണം കേട്ടോ. എനിക്ക് പുളി കഴിക്കാൻ പോലും തോന്നില്ല. ഇതത്ര പുളിപ്പൊന്നും ഇല്ല കേട്ടോ. തോറ്റൊന്നൂടെ, പാവല്ലേ. ഒരു എക്സ്പ്രഷൻ ജയിച്ചു. പോയി പോയി പോയി. അമ്മോ, പുള്ളിക്കാരി തോറ്റു. ഞാൻ എങ്ങനെ കഴിക്കുന്നു? അടിപൊളിയായിരുന്നു. അത്ര പുളിപ്പൊന്നും ഇല്ലായിരുന്നു. പുളിപ്പുണ്ട്. തുടങ്ങിയപ്പോ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആ പുളി. ഞാൻ പുളി കഴിക്കാറാണ്. ഇപ്പം 2-2 രണ്ടുപേർക്കും ഒരേ സെയിം പോയിന്റ്സ് ആണ്. അപ്പൊ ടൈ ബ്രേക്കർ വേണോ അല്ലേ? വെക്കണോ? വേണമല്ലോ. മുളകെടുക്കാം.
മുളകോ ജാങ്കോ ഞാൻ പേടോ വേണ്ട. ഓക്കെ, എന്തായാലും നമുക്ക് ഒരാള് വിന്നർ ആയാലേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഐറ്റം എടുത്തിട്ട് വരാം, അതുവരെയ്ക്ക് വെയിറ്റ് ചെയ്യും. നമ്മൾ അടുത്തത് ഐസ് ചാലഞ്ച് ആണ്. 30 സെക്കൻഡ്സ് നമ്മളിത് ഐസ് കയ്യിൽ ഹോൾഡ് ചെയ്യണം. അപ്പൊ ഞാനും ഒരു ഐസ് എടുത്തിട്ടുണ്ട്. അല്ല, ആദ്യം ശ്രീമോള് തന്നെ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ പിന്നെ ചെയ്യാം. ടൈമർ വെച്ചോ. ഇപ്പോഴേ ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ടേ. മുഖത്ത് നിർവികാരം, കയ്യിലെ വികാരം ഉണ്ടോ? ഇവിടെ തണുക്കുന്നുണ്ടോ? പിന്നെ 30 സെക്കൻഡ്സ് വെച്ചിരിക്കണം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാലഞ്ച്. ഇതിൽ ആര് ജയിക്കണോ ഇതനുസരിച്ചിരിക്കും. ഓക്കെ, അടുത്തത് എന്റേതാണ്. ഞാൻ ഐസ് പെട്ടെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പ്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ട് കൈക്ക്. അയ്യോ, 30 സെക്കൻഡ്സ് ആയില്ല. ഇത് ലാസ്റ്റ് എനിക്ക് ലാസ്റ്റ് സ്റ്റെപ്പിന് കയ്യിൽ അറിയാണ്ട് സ്ലിപ്പായി പോയതാ. പറയാൻ പറ്റത്തില്ല. അറിയാണ്ട് സ്ലിപ്പായി പോയതാ. ഞാൻ കണ്ട എക്സ്പ്രഷൻ മുഖത്തെ. മിണ്ടാതിരിക്കുക, അങ്ങനെ പറ്റിക്കാൻ നോക്കുവാണ്. അപ്പൊ എനിക്കിതാ വീണ്ടും ബാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ഇനിയും വെച്ചുതരാം. ഇത് സിമ്പിൾ ചലഞ്ച് ആയിരുന്നു. ഞാൻ സിമ്പിൾ 3 സെക്കൻഡ് ആയപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു ഇത് വന്ന് അങ്ങോട്ട് പോയി, അങ്ങ് സ്ലിപ്പായി പോയി. എന്താന്ന് ഓക്കെ, എന്തായാലും വിന്നർ ശ്രീമോളാണ്. ശ്രീമോളാണ് ജയിച്ചത്. അപ്പൊ അടിപൊളി ചാലഞ്ച് ആയിരുന്നു. ഈ ചാലഞ്ചിൽ എന്റെ കൂടെ എന്റെ പാർട്ട്ണറായി എത്തിയ ശ്രീമോൾക്ക് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഫണ്ണായിരുന്നു. ഞങ്ങക്ക് ഭയങ്കര ഫണ്ണായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യുന്ന എന്റെ അനിയത്തിയാണ്. പിന്നെ അതേ മാമന്റെ മോൻ നിപ്പുണ്ട്. അവനാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് എല്ലാം ചെയ്തു തന്നെ. അവനാണ് ഞങ്ങൾക്ക് പാവയ്ക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ ഓടിപ്പോയി എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥാനം തീരുമ്പോ ഇവനെ പോയി എടുത്തോണ്ട് വന്നോണ്ടിരുന്നത്. അപ്പൊ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പിന്നെ അപ്പൊ ഇനി ഇതുപോലത്തെ ചാലഞ്ചിന് വരുമോ? പിന്നെന്താ, വളരെ എൻജോയ് ചെയ്തു ഈ ചാലഞ്ച് ചെയ്തപ്പോ. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും എന്താ ചെയ്യാ? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പൊ ഇനി ഇതേപോലത്തെ ഫൺ ചാലഞ്ച് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പ്രചോദനം കൊണ്ട് എന്റെ അനിയത്തി ഇവിടെ ചിരിക്കാനൊന്നും പാടില്ല. ഉപ്പ് വായിൽ വെച്ച് സ്റ്റില്ലായിട്ടിരിക്കണം. ഓക്കെ, ഇവിടെ എത്ര നേരം ഇരിക്കുന്നു എനിക്കൊന്നും കാണണമല്ലോ. പോരട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഹൗ യു ഫീലിംഗ്? പൊളി. ഇത് നോക്കി ഇവിടെ ഒരുത്ത ഇരിപ്പുണ്ട്. അടുത്തവനാണ്. ഇച്ചിരി എക്സ്പ്രഷൻ ഒക്കെ വരുന്നുണ്ട്. ഓ, ഭയങ്കര ജയിച്ചു. മുന്നും ഇത് കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുന്നും എത്ര നേരം വെക്കും? 30 സെക്കൻഡെങ്കിലും വെക്കൂടാ? 1 സെക്കൻഡെങ്കിലും വെക്കൂ? നോക്കാം. തോറ്റു കൊടുത്തോ? ബാക്കിയത്തൊക്കെ ഇട്ട് ചവയ്ക്കണ, ചുമ്മാ വെച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആക്കുമ്പോഴല്ലേ ഉപ്പിന്റെ നവരസങ്ങൾ മുഖത്ത് വരത്തുള്ളൂ. വരുന്നുണ്ട്. ഇത് നേരത്തെ ചെയ്യണമായിരുന്നു. പുറത്തേക്ക് ചാടരുത്. എടാ ഭയങ്കര. ആക്ച്വലി ഇത് ചെയ്ത് അവർ രണ്ടുപേരും ഉപ്പിൽ ഫെയിൽ ആയിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടമായ എന്താ ചെയ്യാ? ലൈക്ക്, കമന്റ്, അല്ല പോസ്റ്റ്